ഹേ ഗേസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പോകുന്നത് പാലക്കാട് കൽപ്പാത്തിയിലുള്ള അഗ്രഹാരത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ എൻട്രൻസ് കടന്ന് പ്രധാന റോഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ മൂന്നും കൂടി ഒരു കവലയുണ്ട് കേട്ടോ. അവിടെയാണ് ഒരു രഥമൊക്കെ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു കെട്ടിടമൊക്കെ നോക്കിയിട്ട് ചില്ലുകൂട്ടിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ രഥമൊക്കെ ഉത്സവത്തിൻ്റെ ടൈമിലായിരിക്കും പുറത്തെടുക്കുന്നുണ്ടാവുക. അതിനുശേഷം നന്നായിട്ട് തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവരിവിടെ. പിന്നെ തൊട്ടടുത്ത് തന്നെ 2 അമ്പലങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഓട്ടോ സ്റ്റാൻഡ്, അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ ഓരോ വീടുകളാണ്. പഴമയുടെ ഒരു അഗ്രഹാരം. അതിനുശേഷം ഞങ്ങളൊരു കോഫി ഷോപ്പിൽ കയറി കേട്ടോ. അവിടെ അടുത്ത് തന്നെ ബദാം മിൽക്കൊക്കെ കൊടുക്കുന്ന ഷോപ്പിൽ. അപ്പോൾ ബദാം മിൽക്ക് കുടിച്ചു. പിന്നെ അവർ സ്പെഷ്യലായിട്ട് അട ഉണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങി കഴിച്ചു. അതിനുശേഷം അവിടെ ഞാൻ അമ്പലം കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ അമ്പലം താഴത്തേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞാൽ പുഴയുടെ അടുത്തേക്ക് പോകാമെന്ന് ഓട്ടോക്കാർ പറഞ്ഞു. നിങ്ങളവിടെ പോയി കണ്ടോളൂ, റൈറ്റ് സൈഡിലൂടെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പുഴയുടെ അടുത്തെത്തിയിട്ടോ. വലിയ ഒഴുക്കൊന്നും ഇല്ലാത്തൊരു പുഴയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ബാൽക്കണി പോലെ സെറ്റ് ചെയ്ത് വെച്ച് അതൊന്ന് നോക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഞങ്ങൾ പോയിട്ടുള്ളത് ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാതും ഒരേപോലത്തെ വീടുകളും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ് അതിലുള്ളത്. മുറുക്ക്, മിക്സർ, സ്വീറ്റ്സുകളൊക്കെ. അപ്പോൾ അവരുണ്ടാക്കിയ ബാദുഷാ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ വീടിൻ്റെ മുന്നിൽ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ചില ഷോപ്പുകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു, കാരണം ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു. ഫ്രണ്ടിൽ കോലൊക്കെ വരച്ച് വേറൊരു കൾച്ചറായിട്ട് തോന്നി. വെയിൽ കൊണ്ട് ക്ഷീണിച്ചുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. രാവിലെ ഒരു 9 മണി. കൽപ്പാത്തി പേരൊക്കെ വരുന്നത് എപ്പോഴാണ്? ഏത് നവംബറിലല്ലേ? നവംബർ 14, 15, 16. ഞങ്ങൾക്ക് ഈ വർഷം വരാം. അപ്പം നിങ്ങൾ അത്രയും തിരക്ക് നിറയെ കടയുണ്ട്. സ്റ്റാളുകളും മാലക്കടയും ഒക്കെ സ്റ്റാളുകളുണ്ട്. ഇതെന്താ? സ്വീറ്റാണോ? സ്വീറ്റ് അധികം സ്വീറ്റില്ല, എന്നാലും കഴിക്കാണ്ട ഒരു ഇതെന്താ ഇതിൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ പൊട്ടുകടല, പഞ്ചസാര. ഇതെങ്ങനെ റേറ്റ് ഒക്കെ? അത് 100 രൂപ. ഞങ്ങളവിടെ ഒരു മാമിയും ഒരു ചേച്ചിയും പരിചയപ്പെട്ടു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അച്ചാർ വാങ്ങി. എനിക്ക് വാങ്ങുമ്പോൾ വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വലിയ അച്ചാർ ഇഷ്ടമുള്ള ആളുമല്ല. പക്ഷേ അത് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അച്ചാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ കുറച്ച് നേരമൊക്കെ അതിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഏർലി മോർണിംഗ് വരണതായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. നല്ല വെയിലും. മമ്മിയുടെ പേരെന്താ? സരസ്വതി. മോർണിംഗ് ആണെങ്കിൽ അമ്പലത്തെ പാട്ടും അവരെ കോരടലും വൈബും ഒക്കെ നല്ല രസമുണ്ടാവുമായിരുന്നു. അത് ഞങ്ങൾക്ക് പാലക്കാട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. ഇത് വേറൊരു അച്ചാർ മാമിയുടെ കടയാണ്, പക്ഷെ അത് ക്ലോസ് ആണ് സൺഡേ ആയതുകൊണ്ട്. ഇത് ഓഡിറ്റോറിയമാണ്. പിന്നെ ഇതെന്താ വിഗ്രഹങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.